ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി.ജെ.പി. നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഭൂമി ഇടപാട് നടന്നത് ബി.പി.എല്ലും ഒപ്പം KADBയും തമ്മിലാണ്. കൃത്യമായ തെളിവുകൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെ ബോധപൂർവം വലിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. തീർത്തും ആസൂത്രിതമാണ്, ഗൂഢലക്ഷ്യത്തോടെയുള്ള ഒരു ഇടപെടലാണ് നടന്നിരിക്കുന്നത്, അല്ലേ? അതിനകത്ത് ഞാൻ അതിനെ കാണുന്നത് വേറൊരു തലത്തിലാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സാധാരണ പ്രവർത്തകരോടൊപ്പം ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർജി മണ്ണിലിരുന്ന്, റോഡിലെ ചെളിവെള്ളത്തിലിരുന്ന്, മഴ നനഞ്ഞ് സാധാരണ പ്രവർത്തകരുടെ കൂടെ സാധാരണ പ്രവർത്തകനായി മുദ്രാവാക്യം വിളിച്ചത് കേരളം കണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെയും കേരളത്തിലെ പ്രവർത്തകരുടെയും ഹൃദയത്തിലേക്ക് നിഷ്കളങ്കമായി വളരെ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ കടന്നു കയറി എന്നുള്ളതാണ് CPMന്റെ അങ്കലാപ്പ്. അതുകൊണ്ട് CPM ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇദ്ദേഹം മുതലാളിയാണ്, ഇദ്ദേഹം ബ്യൂറോക്രാറ്റാണ്, ഇദ്ദേഹം കോർപ്പറേറ്റ് ആണ്, ഇദ്ദേഹം കുത്തക മുതലാളി വർഗമാണ്. കുത്തക മുതലാളി വർഗം സാധാരണക്കാരന്റെ കൂടെ ഇരിക്കില്ലല്ലോ. കുത്തക മുതലാളി വർഗം സാധാരണക്കാരന്റെ കൂടെ നിലത്തിരിക്കില്ല, മഴ നനയില്ല, ചെളിവെള്ളം ശരീരത്തിൽ വരാൻ അനുവദിക്കില്ല. അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്നുള്ളത് വളരെ കൃത്യമായി CPMന് ഈ ഒരൊറ്റ പരിപാടിയോടുകൂടി വിലയിരുത്താൻ കഴിഞ്ഞു. അപ്പൊ പിന്നെ അടുത്തത് മുതലാളി എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫിക്, ആ ഒരു കാഴ്ചപ്പാട്, പരിപ്രേക്ഷ്യം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോ അടുത്തത് പിന്നെ അങ്ങനെയാണല്ലോ. പണ്ട് നമ്മള് സത്യൻ അന്ത്യക്കാടിന്റെ സിനിമയില് ശങ്കരാടി പറഞ്ഞല്ലോ, കൊള്ളാവുന്ന ആളുകൾ വരികയാണെങ്കിൽ അവരെ ഒന്നുകിൽ പെണ്ണ് കേസിൽ പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ പെടുത്തുക. അങ്ങനെ നമുക്ക് അവരുടെ മുഖം കിട്ടണമെന്ന് പണ്ട് ശങ്കരാടി പറഞ്ഞിട്ടുണ്ടല്ലോ സന്ദേശ സിനിമയിലെ. ഏതാണ്ട് അതന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് CPM മാത്രമാണ്. കൈരളി ചാനലിനാണ് ഇതിന് ഏറ്റവും വലിയ താല്പര്യം. കൈരളി ചാനൽ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടർ ചാനൽ എടുത്തുകാണെങ്കിൽ ഇവരൊക്കെ ഒരു ബിനാമികളാണല്ലോ, ഇവരൊക്കെ CPMന്റെ ബിനാമികളാണല്ലോ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ കാര്യമായിട്ടുള്ള ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് മറ്റു ചാനലുകൾ തൊടാതിരുന്നത്? കാരണം ഇത് BPLുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് സുപ്രീം കോടതി പോയ വിഷയമാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമായ വിഷയമാണ്. ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്താ പങ്കാളിത്തം? രാജീവ് ചന്ദ്രശേഖരന് ഒരു പങ്കാളിത്തവും ഇല്ല. ഇനി അതിലെന്തെങ്കിലും പങ്കാളിത്തം അദ്ദേഹത്തുണ്ടെങ്കിൽ അത് കർണാടക ഗവൺമെന്റ് നോക്കിക്കോട്ടെന്ന്. ഇവർക്ക് എന്താ അത്ര വലിയ താല്പര്യം? ആളുകളെ ടാർണിഷ് ചെയ്യാൻ, ആളുകളുടെ മുഖം വികൃതമാക്കാനുള്ള ഒരു ശ്രമം. കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഇവരുടെ ശർക്കരക്കുടത്തില് കൈയിട്ട് ഇവന്മാര് ചെയ്യുന്നത് പോലെ, സ്വർണ്ണം അടിച്ചു മാറ്റുന്നത് പോലെ, സ്വർണ്ണം ചെമ്പാക്കുന്നത് പോലെ, കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖരനെ എന്തായാലും കിട്ടില്ല. അദ്ദേഹം ഒരു ടെക്നോക്രാഫ്റ്റാണ്. അദ്ദേഹം കോടികൾ ബിസിനസ് ഒക്കെ നടത്തി വന്നിട്ടുള്ള ആളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രാലയത്തിൽ ഇരുന്ന ആളാണ്. ഒരു അഴിമതിയുടെ ആരോപണവുമില്ലാതെ 5 വർഷം അന്തസ്സായിട്ട് മന്ത്രിസ്ഥാനത്തിരുന്ന ആളാണ്. രാജീവ് ചന്ദ്രശേഖരൻ ആര് എന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കി. അപ്പൊ ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ മുഖം വികൃതാക്കണം. ഇതേപോലെ മുഖം വികൃതാക്കാനാണല്ലോ നരേന്ദ്രമോദിയുടെ നോക്കിയത്. നരേന്ദ്രമോദിയുടെ മുഖം വികൃതമാക്കാൻ കുറെ കാലമായില്ലേ ഇവര് നമ്മുടെ ഫ്രാൻസിലെ ഇറക്കുമതി ചെയ്ത വിമാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു ബഹളം? അപ്പൊ അതൊന്നും നടക്കില്ലെന്ന്. ഈ കളവിന് കുറെ ഒരു നൂറ് നുണ ഒരേപോലെ ആവർത്തിച്ചത് കൊണ്ട് അത് സത്യമാവണമെന്നില്ല. അത് സത്യമാണെന്നൊക്കെ കുറെ ആൾക്കാർ വിശ്വസിച്ചോട്ടെ. രാജീവ് ചന്ദ്രശേഖരൻ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ കള്ളന്മാര്, കാട്ടുകള്ളന്മാര്, ഈ സ്വർണ്ണക്കള്ളന്മാര്, ഈ കളവും ഒരു കമിഴ്ന്ന് വീണാൽ കാപ്പണം നക്കിയെടുക്കുന്ന ഈ വൃത്തികെട്ട വർഗം, രാജ്യദ്രോഹികളുടെ വർഗം. CPMനെ കുറിച്ച് പറയുമ്പം CPMനെ കുറിച്ച് പറയാനുള്ളത് രാജ്യദ്രോഹത്തിന്റെ പാർട്ടിയാണ് CPM, രാജ്യദ്രോഹികളുടെ പാർട്ടിയാണ് CPM. ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത, സ്വാതന്ത്ര്യ സമരത്തിലെ ആ 1947 ഓഗസ്റ്റ് 15 കരിദിനം ആചരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് കാപാലിക രാജ്യദ്രോഹികളുടെ സ്വഭാവമാണ് ഗാന്ധിജിയെ അവര് വാർദ്ധയിലെ കള്ളദൈവം എന്ന് വിളിച്ചില്ലേ. ഇവരെല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, അവരെ ഇത്തരം വികൃത ഭാവത്തിൽ കാണിക്കുന്നവരുടെ സ്വഭാവമാണ്. ആ പാരമ്പര്യത്തിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് രാജീവ് ചന്ദ്രശേഖരന് എതിരായിട്ടുള്ള ഈ കുതന്ത്രം. അതൊന്നും വിലപ്പോവില്ല.
ധൈര്യമായിട്ട് വളരെയധികം നന്ദി വില ശ്രീ പോവില്ല. ബി ഗോപാലകൃഷ്ണൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യക്തിഹത്യക്കുള്ള സംഘടിത നീക്കമാണ് നടക്കുന്നത് എന്നതിന് കൃത്യമായ തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഐസൻ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.